രാഹുൽജി അങ്ങനെ ചെറിയൊരു ബോംബിന് തിരികൊളുത്തിയിട്ടുണ്ട്. അത് പൊട്ടുമോ ചീറ്റുമോ എന്നറിയാൻ 2 ദിവസമൊക്കെ കഴിഞ്ഞാലേ മനസ്സിലാകൂ. സർവസംഘ പരിത്യാഗിയും സംശുദ്ധനും പെർഫെക്റ്റ് ബാച്ചിലറുമായ മോദിജി കൈക്കൂലി വാങ്ങി എന്നാണ് രാഹുൽജി ബോംബ് പൊട്ടിച്ചിരിക്കുന്നത്. एंट्रियां थी रिकॉर्ड में 30 अक्टूबर 2013 2.5 करोड़ रुपया नरेंद्र मोदी जी को दिया गया। 12 नवंबर 2013 5 करोड़ रुपया नरेंद्र मोदी जी को दिया गया। 27 नवंबर 2013 2.5 करोड़ रुपया नरेंद्र मोदी जी को दिया गया। മോദിജി കാശ് വാങ്ങിയോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പക്ഷേ മോദിജി ആമറടിച്ചിട്ട് പോലും ഇതിനൊന്നും മിണ്ടുന്നില്ലല്ലോ. എന്നിരുന്നാലും ഈ പറയുന്നത് രാഹുൽജി ആയതുകൊണ്ട് വിശ്വസിക്കാനും ഒരു സംശയം. വരട്ടെ, കാണാം. DCC പ്രസിഡന്റുമാരുടെ നിയമനം ഉണ്ടാക്കിയ പുകിൽ പരിഹരിക്കാൻ ദില്ലിയിൽ നിന്നൊരു ദിവ്യൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തിരുന്നു. തുടർന്നുള്ള കാര്യങ്ങൾ എന്താ എന്ന് ഒരു പിടിയുമില്ല. സാധാരണ സംസ്ഥാന കോൺഗ്രസിന്റെ ത്രിശങ്കു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വന്ന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തിരിച്ചു പോവുകയാണ് ആന്റണി ദിവ്യന്റെ പതിവ്. ഇത്തവണ ചാണ്ടി സാറും സുധീരൻജിയും തമ്മിലുള്ള ഉടക്ക് പരിഹരിക്കാനായാണ് ആന്റണിജി പറന്നു വന്നത്. AK ആന്റണി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ്. ആന്റണി വരുമ്പോൾ എപ്പോഴും അദ്ദേഹവുമായി കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, ആശയവിനിമയം നടത്താറുണ്ട്. അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു അസാധാരണമായ ഒരു സാഹചര്യമില്ല. KPCC പ്രസിഡന്റായ കാലം തൊട്ട് തന്നെ സുധീരൻജിയെ ബദ്ധശത്രുവായി ഉമ്മൻചാണ്ടി സാർ പ്രഖ്യാപിച്ചതാണ്. ചെന്നിത്തലാജിയുമായി ഉണ്ടായിരുന്ന മുറുമുറുപ്പൊക്കെ സുധീരൻജി പ്രസിഡന്റായതോടെ അങ്ങോട്ടേക്ക് മാറി. എല്ലാ കാലത്തും ഒരു നേതാവ് ചീഞ്ഞ് മറ്റൊരു നേതാവിന് വളമാവുകയാണല്ലോ പതിവ്. ഇപ്പോൾ സുധീരൻജിക്ക് വളരാൻ ചീഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയിലാണ് ചാണ്ടി സാർ. പിന്നീട് ഇന്ന് ഈ രാഷ്ട്രീയകാര്യ സമിതി വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിൽ ചില റിപ്പോർട്ട് വന്നതായി കാണുകയുണ്ടായി. അത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിലവിലില്ല. സുധീരൻജിയോടുള്ള നീരസം കാരണം ചാണ്ടി സാർ മുങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. A ഗ്രൂപ്പിലെ ബുദ്ധിരാക്ഷസന്മാരെല്ലാം ചേർന്ന് ചാണ്ടി സാറിനെ ഒളിപ്പിച്ചു വെച്ചതാണോ എന്നൊരു സംശയവും ഉണ്ട്. എന്തൊക്കെയോ അസൗകര്യം കാരണമാണത്രേ ചാണ്ടി സാർ സുധീരൻജി വിളിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നത്. മുഖ്യമന്ത്രി ആയപ്പോൾ പോലും ഇല്ലാത്ത എന്ത് അസൗകര്യമാണ് വെറും ഒരു MLA ആയ ചാണ്ടി സാറിന് ഇപ്പോഴുള്ളതെന്ന് ഒന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇതൊന്നുമല്ല, പ്രതികാരം തന്നെ പ്രതികാരം. കാരണം 16 വരെ പാർലമെൻ്റ് ആയിരുന്നല്ലോ. രാഷ്ട്രീയകാര്യ സമിതിയിൽ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ശ്രീ PJ കുര്യൻ ഉൾപ്പെടെ ശ്രീ മുല്ലപ്പള്ളിയും KC വേണുഗോപാലും കൊടിക്കുന്നിലും KV തോമസ് മാഷും ഷാനവാസും. അതുകൊണ്ട് പാർലമെൻറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ, കഴിഞ്ഞ 16-ാം തീയതി പാർലമെൻറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ ഉമ്മൻചാണ്ടിയുടെ സൗകര്യവും ചോദിച്ചിരുന്നു. DCC പ്രസിഡന്റുമാരുടെ തീരുമാനം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് എല്ലാം തിരഞ്ഞെടുപ്പെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കേന്ദ്ര നേതൃത്വം നൽകിയ ഉറപ്പ് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ കാര്യത്തിൽ ഞാനൊരു പരാതിക്കാരനല്ല, ഒരു പരാതി ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അദ്ദേഹം എന്ന് സൗകര്യപ്പെടുത്തുന്നുവോ അന്ന് അദ്ദേഹത്തിൻ്റെ സൗകര്യത്തെ മാനിച്ചുകൊണ്ട് വിളിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സംഗതി ഇനി എത്ര പിണങ്ങി നിന്നാലും ചാണ്ടി സാർ വരാതെ യോഗം നടത്താനില്ലത്രേ സുധീരൻജി. ചാണ്ടി സാറിനെ കാത്തിരിക്കാൻ എന്തൊരു ക്ഷമയാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി കാത്തിരിക്കുക. അദ്ദേഹവുമായി പലപ്പോഴും സംസാരിച്ചപ്പോഴും ഈ കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോഴും അദ്ദേഹം സൗകര്യം അറിയിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ സൗകര്യമുള്ള തീയതിയിൽ രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചുകൂട്ടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എത്രയും വേഗത്തിൽ തന്നെ അത് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. 14 ജില്ലകളിലെയും DCC പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധ വയ്ക്കുന്ന ജില്ലയാണ് കോഴിക്കോട്. അതിന് കാരണം അത് KC അബുവിൻ്റെ ജില്ലയാണ് എന്നതുകൊണ്ടാണ്. കോൺഗ്രസിൽ ഇത്രയും നല്ല TV താരം ഇതിനു മുൻപുണ്ടായിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. ആ അബുവിനെ വെട്ടിയാണ് സിദ്ദിഖിനെ പ്രസിഡന്റാക്കി കളഞ്ഞത്. ഇന്ന് അവിടെ പ്രസിഡന്റിന് കസേര കൊടുക്കുന്ന ആഘോഷമായിരുന്നു. പതിവ് പോലെ കോഴിക്കോട്ടൊരു കോൺഗ്രസ് പരിപാടി നടന്നാൽ ഹീറോ അബു തന്നെ ആയിരിക്കുമല്ലോ. അബുവിൻ്റെ അധിക പ്രസംഗങ്ങളിലേക്ക് പോകാം. ഇത്രയും പെട്ടെന്ന് DCC ഓഫീസിലെ ഫോട്ടോ ആകാനുള്ള യോഗം തനിക്കുണ്ടാകുമെന്ന് അബു കരുതിയിരുന്നില്ല. KC അബുവിൻ്റെ പേരിൽ എഴുതിയ ഒരാധാരം ഞാൻ സിദ്ദീഖിനെ ഏൽപ്പിക്കുകയാണ്.
എന്നെക്കാൾ ഭാഗ്യവാന്മാർ, കഴിവുള്ളവർ, ആത്മാർത്ഥതയോടുകൂടി പാർട്ടിക്ക് നേതൃത്വം നൽകിയവർ, അവർക്കാർക്കും തന്നെ ലഭിക്കാത്ത ഒരു ഭാഗ്യം എനിക്ക് ദൈവം തന്നു. ആ ആധാരത്തിലുള്ള ഫോട്ടോ എൻ്റെ ഫോട്ടോയാണ്. എത്ര കൊല്ലം കഴിഞ്ഞാലും ആരൊക്കെ ശ്രമിച്ചാലും ആ ആധാരത്തിലെ ഫോട്ടോ, എൻ്റെ ഫോട്ടോ എടുത്തു മാറ്റാൻ കഴിയില്ല. കോൺഗ്രസിന്റെ സ്റ്റേജ് കൾച്ചർ നന്നായി അറിയാവുന്ന അബു അതിനനുസരിച്ച് ഒരു ഓഡിറ്റോറിയം പണിതു എന്നതാണത്രേ അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായ ഏറ്റവും വലിയ സംഭാവന. ഏതായാലും ഈ ഓഡിറ്റോറിയം എനിക്ക് എൻ്റെ പ്രസിഡന്റിനോട് പറയാനുള്ളത്, വേറെ പലയിടത്തങ്ങ് പോയിട്ടുണ്ടെങ്കിലും കോൺഗ്രസിന്റെ കൾച്ചർ പൂർണ്ണമായും ഉൾക്കൊണ്ടുണ്ടാക്കിയ ഓഡിറ്റോറിയം ഇതാണ്. പൂർണ്ണമായും കോൺഗ്രസിന്റെ കൾച്ചർ ഉൾക്കൊണ്ടുണ്ടാക്കിയ ഓഡിറ്റോറിയം ഇതാണ്. കാരണം എത്ര ആൾ ഓഡിയൻസ് തായിരിക്കുന്നോ അത്ര തന്നെ ആളുകൾക്ക് ഇവിടെ ഇരിക്കാനും ആ ഒരു കോൺഗ്രസിന്റെ കൾച്ചർ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഓഡിറ്റോറിയം ഉണ്ടാക്കിയ ഒരാൾ ഞാനാണ് എന്ന് പ്രസിഡന്റ് സംബന്ധിച്ചു. പ്രസിഡന്റ് പദം പോകുന്നത് തന്റെ TV താരപദവിയെ ബാധിക്കുമെന്നതാണ് അബുവിനെ കുഴയ്ക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് രാവിലെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞു, അബുവിനെ മീഡിയാസ് ഒക്കെ അബുവിനോട് വലിയ സ്നേഹം കാണിക്കുന്നുണ്ട്. അബു എന്ത് പറഞ്ഞാലും അവരൊക്കെ വാർത്തയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എല്ലാം ഇന്നത്തോടുകൂടി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ DCC പ്രസിഡന്റ് മാറുക എന്ന് പറഞ്ഞത് ശരിയാണ്. കോൺഗ്രസ്സുകാരനല്ലാത്ത ഒരു അബു എന്ന് പറഞ്ഞാൽ അസാധുവാക്കിയ നോട്ടിന്റെ വിലയാണ്. അസാധു നോട്ട് നമുക്ക് എന്താ വേറെ ഇപ്പത്തെ ഫ്ലൈവുഡ് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ പറയുന്നത്. KC അബുവിന് അതിനും പറ്റില്ല. അപ്പോ കോൺഗ്രസ് ആണ് വലുത്. പാർട്ടി കോൺഗ്രസ് ആണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അബു പ്രസിഡന്റ് ആയത്. പ്രസിഡന്റ് അല്ലാത്ത അബുവിന്റെ ദുരവസ്ഥ ഇത്രയും നന്നായി പറയാൻ വേറെ ആർക്ക് കഴിയും? ഞാനിപ്പോ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റാൻ തീരുമാനിച്ചത് പ്രസിഡന്റ് 8-ാം തീയതി. സത്യത്തിൽ ഞാൻ ചുമതല ഒഴിയുന്നത് ഇന്നാണ്. പക്ഷെ അങ്ങ് തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ മരിച്ച ശരീരത്തിൽ നിന്ന് പേരൊഴിഞ്ഞു പോകുന്ന പോലെ അതുവരെ എന്റെ കൂടെ 24 മണിക്കൂറും നടന്ന പലരെയും പിന്നെ ഞാൻ കാണുന്നില്ല. അവരൊക്കെ എന്നെ ഉപേക്ഷിച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ട് പ്രസിഡന്റ് പദം പോയെങ്കിലും KPCC-യിൽ എന്തോ കരുതി വെച്ചിട്ടുണ്ടെന്നാണ് അബു കരുതിയിരിക്കുന്നത്. സുധീരൻജിയോടൊപ്പം ഒരു KPCC ഭാരവാഹിത്വം അബു വേദിയിൽ വെച്ച് ബുക്ക് ചെയ്ത് കളഞ്ഞു. ഇനിയിപ്പോ ആരാണ് DM-നോടൊപ്പം ആകാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അറക്കൽ ബീവിയെ കല്യാണം കഴിക്കാൻ അർദ്ധസമ്മതം പറഞ്ഞാൽ എനിക്ക് സമ്മതം. അത് മാത്രമാണ് ആ കാര്യത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കോക്ടെയിലിന് ഇത്രയധികം സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന അബുവിനെ അഭിനന്ദിക്കാതിരിക്കാൻ സുധീരൻജിക്കാവില്ല. പോളിറ്റിക്സ്, ഡെമോക്രസി, അവർക്കൊക്കെ ഇത്രയും സാധ്യത ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് അബുവിന്റെ ആ പെർഫോമൻസ് ശരിയായ പെർഫോമൻസ് ആയിരുന്നു. സമൃദ്ധമായി അവർക്കൊക്കെ വാങ്ങിക്കൂടിയാണ് അബുവിന് കൊടുത്തത്. ഇനിയും അബുവിനെ വലിയ വലിയ സംഭാവനകൾ നൽകാൻ ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് തന്നെയാണ് കോക്ടെയിലിനും അപേക്ഷിക്കാനുള്ളത്. കൂടുതലൊന്നും പറയുന്നില്ല, ഇടവേള. കടം കയറി മുടിഞ്ഞ KSRTC ഇപ്പോൾ കടം പോലും കിട്ടാത്ത ഒരു കെണിയായി മാറിയിരിക്കുകയാണ് ഗതാഗത മന്ത്രി ശശീന്ദ്രന്. എരുതിയിൽ എണ്ണയായി കേന്ദ്രന്മാരുടെ നോട്ട് നിരോധനം കൂടി ആയതോടെ ഇനി വകുപ്പിന്റെ കാര്യം മഹാകഷ്ടമാണ്. ആ ഉത്തമ വിശ്വാസമാണ് ഇതിനകത്ത്. ഗവൺമെൻറ് അവർക്ക് എതിരായി ഒരു നിലപാട് സ്വീകരിക്കുന്നു, ഗവൺമെൻറ് അനാസ്ഥ കാണിക്കുന്നു എന്ന ഒരു ചിത്രം ഇപ്പോൾ അവരുടെ മുമ്പിലില്ല. അതവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. അല്ലാതെ മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ ആത്മാർത്ഥമായ ശ്രമങ്ങളിൽ സംബന്ധിച്ച് അവർക്ക് ഉത്തമ വിശ്വാസമുള്ളതുകൊണ്ട്. പണ്ട് കാശ് തന്നുകൊണ്ടിരുന്ന ബാങ്കുകാരൊക്കെ ഇപ്പോൾ മന്ത്രിയെ കാണുമ്പോൾ മുങ്ങി നടക്കുകയാണ്. ഇനി കടം ചോദിക്കാൻ ആളില്ലാത്ത അവസ്ഥയായി. അല്ല, ശമ്പള കുടിശ്ശിക ക്രിസ്മസിന് മുമ്പ് തന്നെ കൊടുത്തു തീർക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. പെൻഷൻ സംബന്ധിച്ച വിഷയത്തിൽ ഇന്നും നാളെയുമായേ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. കാരണം നമ്മൾക്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലോൺ എടുത്താണല്ലോ പെൻഷനും ശമ്പളവും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോൺ ലഭിക്കാനുള്ള
കാലതാമസമാണ് ഇത് കുടിശ്ശിയായി പോകാനുള്ള കാരണം. മുമ്പൊക്കെ ലോൺ കിട്ടുന്നതിന് വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങളെ തുടർന്ന് ബാങ്കുകൾ ലോൺ തരാൻ ഭയക്കുന്നു. അതിന് കാരണം ബാങ്കിങ് മേഖലയിൽ നാളെ എന്ത് തീരുമാനമാണ് ഉണ്ടാവുക എന്നതിനെ സംബന്ധിച്ച് അവർ വല്ലാത്ത ഉത്കണ്ഠയിലാണ്. അവർ ഇന്നൊരു തീരുമാനമെടുത്ത് നാളെ അതിൽ നിന്നും നേരെ വിപരീതമായ ഡയറക്ഷൻസാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ധനകാര്യ മന്ത്രാലയത്തിൽ നിന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും വരുന്നതെന്നത് സംബന്ധിച്ച് അവർക്ക് വളരെ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ മുമ്പ് ചെയ്തതുപോലെ ഒരു ഉദാരമായ സമീപനം സ്വീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നതുകൂടി ഈ പ്രതിസന്ധിക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. മറ്റൊന്ന്, നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനത്തിൽ തന്നെ പ്രതിദിനം 60 ലക്ഷം രൂപയുടെ കുറവ് സാമ്പത്തിക പ്രതിസന്ധി മൂലം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നേരത്തെയൊക്കെ കുറച്ച് ദിവസം വൈകിയാലും ഞങ്ങൾ മുടക്കം വരുത്താറില്ലായിരുന്നു. ഇത്തവണ വല്ലാതെ ഒരു ഞെരുക്കം അനുഭവപ്പെട്ടത്.